എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. കുറെ ദിവസങ്ങളായിട്ട് പറയണമെന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഇനിയും പറയാതിരുന്ന ഒരുപാട് പേര് തെറ്റിദ്ധരിക്കും. അതായത് ഇപ്പൊ സാഹചര്യങ്ങൾ എന്റെ ഈ ഒരു നമ്പർ എന്റെ കയ്യിലുള്ളൂ. പേഴ്സണലായിട്ടും പബ്ലിക്കായിട്ടും ഈ ഒരു ഒറ്റ നമ്പറുള്ളൂ. ഇത് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുകയാണ്. ലോകത്തുള്ള ആളുകൾ മുഴുവൻ ഈ നമ്പറിൽ വിളിക്കുന്നുണ്ട്. ഒരുപാട് പേര്. ഇപ്പൊ എന്നെ അറിയുന്നവർക്ക്, എന്റെ വീഡിയോസ് ദിവസം വാച്ച് ചെയ്യുന്നവർക്കാണ് എന്റെ സാഹചര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അറിയുള്ളൂ. അത് അറിയാത്തവരാണ് ഈ ഞാൻ ഫോൺ എടുക്കുന്നില്ല, വിളിച്ചാൽ വരില്ല, വിളിച്ചിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് പല യൂട്യൂബ് ചാനലുകളിലും കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അറിയുന്നുണ്ട്. അവര് പറയട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നവർക്ക് അറിയും. നമ്മളിലൂടെ നമ്മൾ അറിയുന്നവരാണ് എന്റെ കൂടെ നിൽക്കുക, അല്ല മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അറിയുന്നവരല്ല. പറഞ്ഞു വന്നത്, ഈ ഫോണിൽ ഇപ്പൊ കോളുകൾ ഒരു 5 മിനിറ്റിൽ ഒരു 10-20 കോളെങ്കിലും ചിലപ്പോൾ വന്നിരിക്കും. അതുകൊണ്ട് എനിക്ക് ഫോൺ ഫുൾ സൈലന്റിൽ വെച്ചിരിക്കുക. എനിക്ക് ഫുൾ ആയിട്ട് കോളുകൾ എടുക്കാൻ പറ്റുന്നില്ല. കോൾ ഞാൻ എടുക്കാൻ നിൽക്കുക, കോൾ എടുക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അതേപോലെ വാട്സപ്പിൽ മെസ്സേജുകൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കാര്യപ്പെട്ട മെസ്സേജുകൾ പലതും നോക്കാൻ പറ്റുന്നില്ല, കോളുകൾ എടുക്കാൻ പറ്റുന്നില്ല. കൺമുന്നിൽ ഫോൺ കയ്യിലുള്ള സമയത്ത് കാണുന്ന മെസ്സേജുകൾ എടുക്കുക. അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഫാമിലി, സുഹൃത്തുക്കളായാലും അവരയക്കുന്ന മെസ്സേജുകൾ പോലും നോക്കാനോ റീപ്ലൈ കൊടുക്കാനോ കഴിയുന്നില്ല. ഇപ്പൊ മെസ്സേജുകൾ സ്കോർ ചെയ്തിട്ട് ഇങ്ങനെ നോക്കി ഓരോരുത്തർ മെസ്സേജ് ചെയ്ത് നോക്കാൻ ഒരുപാട് സമയമാവും. അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കുക, എന്റെ സാഹചര്യങ്ങളാണ്. ഇപ്പൊ അത്രയധികം കേസുകൾ. പിന്നെ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ അത് എത്രയോ പഞ്ചായത്തുകളും വാർഡുകളും ചേർന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എന്റെ അറിവിൽ ഇതുപോലെ ചെയ്യാൻ ഒരാളില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നവര് അത് എന്റെ നമ്പർ മേടിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾക്ക് ഒരു 10 കേസ് ഒരുമിച്ച് വരുമ്പോൾ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് രക്ഷിക്കുമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും എന്താണ് ഈ മനുഷ്യൻ ചെയ്യുക എന്നുള്ളത്. കാരണം എനിക്ക് മറ്റുള്ളവർ റെസ്ക്യൂർമാരെ പോലെ ഷെൽട്ടറോ അല്ലെങ്കിൽ പണി ചെയ്യാൻ 4-5 ആളുകൾ ആരും ഇല്ല. ഞാൻ തന്നെ പുറത്തു പോയിട്ട് സ്പോട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം, പുറത്തു പോയിട്ട് കേബിൾ കട്ട് ചെയ്യണം, ഡപ്പ് ഊരണം, കിണറിൽ വീണത് എടുക്കണം. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതേപോലെ നമ്മൾ മുറിവായ കേസുകൾ എടുത്തു കൊടുത്തിട്ട് വീട്ടിൽ കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യണം. അത് 2-3 മാസങ്ങളോളം അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം, ഫുഡ് റെഡിയാക്കണം. വീട്ടിൽ നിന്ന് 2-3 പേര് അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ നമുക്ക് പേഴ്സണൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഞാൻ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നവരും മെസ്സേജ് നോക്കുന്നില്ല എന്ന് പറയുന്നവരും എല്ലാവരും ഉണ്ട്. അപ്പൊ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്കും ഉണ്ടല്ലോ ഒരു റിലാക്സേഷൻ വേണ്ടേ. അപ്പൊ എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് എന്നെ അറിയുന്നവർക്കും എന്നെ ഫോളോ ചെയ്യുന്നവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും സാഹചര്യങ്ങൾ മനസ്സിലാക്കുക.